ഹായ് ഹലോ എവരി വൺ. ഇന്ന് നമ്മളൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അമ്മാമ്മയുടെ കൂടെ അവൾ അടിച്ചു വരാനായിട്ട് പുറത്തേക്ക് വന്നേക്കാം കേട്ടോ. നല്ല കാറ്റുണ്ട്, നല്ല കാറ്റും. ഡിസംബർ അല്ലേ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവളെ പല്ല് തേപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. ചില ദിവസമൊക്കെ നല്ല കുട്ടിയായിട്ട് പെട്ടെന്ന് പല്ല് തേച്ചോളൂ കേട്ടോ. ചില ദിവസം ഭയങ്കര വാശിയാണ്. ഈ കുട്ടി എങ്ങനെ പല്ല് തേച്ചാ എങ്ങനെ പല്ലേച്ച അപ്പം അങ്ങനെയാട്ടോ എൻ്റെ മോള് പല്ലേച്ചത്. പിന്നെ നമ്മൾ പല്ലേച്ച് കഴിഞ്ഞ് അവൾക്ക് പാലും പിന്നെ അതുപോലെ തന്നെ വെള്ളമൊക്കെ കൊടുത്തിരുന്നു. പിന്നെ ഈ തിരക്ക് പിടിച്ച് വെള്ളം കുടിക്കേണ്ടത് വേറെ ഒന്നിനല്ല കേട്ടോ, അപ്പാപ്പൻ്റെ കൂടെ മുറ്റത്തേക്ക് പോകാനാണ്. അവിടെ ഞങ്ങൾ മുറ്റത്ത് ഞങ്ങളുടെ മുന്നിലൊരു മാവ് ഉണ്ടായിരുന്നു. ആ മാവ് ഞങ്ങൾ വെട്ടിക്കളഞ്ഞു കേട്ടോ. നല്ല മാവായിരുന്നു, ഒരുപാട് മാങ്ങയൊക്കെ തരുന്ന നല്ല മൂവാണ്ടനായിരുന്നു. പക്ഷെ അതേ റോട്ടിലോട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമായിട്ടൊന്നും പാടില്ലല്ലോ, അപ്പോൾ നമ്മളത് വെട്ടിക്കളയാണ് ചെയ്തത്. കുറേ കാലം വെട്ടിക്കളയാണ്ടൊക്കെ നോക്കി, പിന്നെ ഒരു കാറ്റത്ത് അതിൻ്റെ ചില്ലൊക്കെ ഒടിഞ്ഞപ്പോൾ അതോടുകൂടി അങ്ങനെ വെട്ടിക്കളഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ നേരം കൊണ്ട് നമ്മൾ ഈ കുട്ടിക്ക് ദോശ ഉണ്ടാക്കുകയാണ്. അപ്പം നമ്മൾ പുറത്തൊക്കെ കൊണ്ട് നടക്കുന്ന നേരത്ത് വേഗം ഭക്ഷണമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ വേഗം കഴിച്ചോളൂല്ലോ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് വേഗം പോയി നല്ല നെയ്യൊക്കെ പുരട്ടി നല്ലൊരു ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മോൾക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുപോയിട്ടാ. ഈ കുട്ടി ദോശ അമ്പോ രസമുണ്ടാ ദോശ? ദോശയുടെ പാട്ട് പാടിയേ. ദോശയമ്മ ദോശ, ദോശയമ്മ ദോശ. അപ്പോൾ ദോശയൊക്കെ തിന്നു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കിവിയുടെ ഫ്രൂട്ടില്ലേ അത് അവൾക്ക് കൊടുത്തു കുറച്ച്. പിന്നെ നമ്മൾ കാണുന്നതാണ് അപ്പാപ്പനും മോളുമായിട്ടുള്ള ഒരു പഠനത്തിൻ്റെ സമയമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഠനം എന്ന് പറയാൻ പറ്റില്ല, എല്ലാം ഉണ്ട്, കളിയും പഠനവും ഒക്കെ ഉണ്ട്. ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ അപ്പാപ്പനെ കിട്ടണമെങ്കിൽ സൺഡേ ആവണം. അപ്പോൾ ആ നേരം അവൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളും. പിന്നെ അപ്പാപ്പൻ്റെ പിന്നാലെ നിന്ന് മാറാനാണ് ഭയങ്കര പ്രശ്നം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായ കുളി. അവളുടെ കുളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി സമയം എടുക്കും. എണ്ണയൊക്കെ തേച്ച് പിന്നെ അവളെ കുളിക്കാൻ കിട്ടണമെങ്കിൽ ഒരു ഓട്ടപ്പാച്ചിലൊക്കെ ഉണ്ടായിരിക്കും പെരയ്ക്ക് ചുറ്റും. അതിന് ശേഷം അവളെ പിടിച്ച് നിർത്തി കുളിപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. കുളിക്കാൻ വളരെ ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ കുളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കളിയായിട്ടാണ് അവൾ കണ്ടേക്കണേ. അപ്പോൾ നല്ല രസമാട്ടോ, അവളെ കുളിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു പരിപാടിയാണേ. ഈ കുട്ടിയെ കുളിച്ച് സുന്ദരിയാ? ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ.